Hello friends, Technically Malayalam channel-ലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ ഹാൻഡ്സ് ഓൺ ചെയ്യാൻ പോകുന്നത് സാംസങ്ങിൻ്റെ വേറൊരു മിഡ് റേഞ്ച് സ്മാർട്ട് ഫോണായ സാംസങ് ഗാലക്സി A30 ആണ്. അപ്പോൾ സാംസങ് ഗാലക്സി A30 MWCയിലാണ് അനൗൺസ് ചെയ്തത്. ഇത് വീണ്ടും ഒരു മിഡ് റേഞ്ച് സ്മാർട്ട് ഫോണാണ്. ഇന്ത്യയിലേക്ക് ഉടൻ തന്നെ വരുന്ന ഒരു മിഡ് റേഞ്ച് സ്മാർട്ട് ഫോണാണ് സാംസങ് ഗാലക്സി A30. A50ൻ്റെ ഹാൻഡ്സ് ഓൺ വീഡിയോ ചെയ്തായിരുന്നു നമ്മൾ. A58 ഒരുപാടധികം സിമിലാരിറ്റി ഉള്ള ഒരു ഡിവൈസാണ് സാംസങ് ഗാലക്സി A30. കാരണം 6.4 ഇഞ്ചസ് സൂപ്പർ എമോലെഡ് ഫുൾ HD റെസൊല്യൂഷൻ ഡിസ്പ്ലേ ആണ് ഇതിനകത്തും കൊടുത്തിട്ടുള്ളത്. എനിക്ക് കാണാം സൂപ്പർ എമോലെഡ് പാനലായതുകൊണ്ട് തന്നെ വളരെ നല്ലൊരു മനോഹരമായ പാനലാണ് കൊടുത്തിട്ടുള്ളത്. നല്ല വ്യൂയിങ് ആംഗിൾസും നല്ല കളർ റിപ്രൊഡക്ഷനുമാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇൻഫിനിറ്റി U നോച്ചാണ് വരുന്നത്. നിങ്ങൾക്ക് കാണാം വളരെ ചെറിയൊരു നോച്ചാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ സാംസങ് ഗാലക്സി A50യിൽ കണ്ട അതേപോലെ തന്നെയാണ് ഡിസ്പ്ലേ വരുന്നത്. 6.4 ഇഞ്ചസ് ഡിസ്പ്ലേ ആണ്, സൂപ്പർ എമോലെഡ് പാനലാണ്, 1080p/2340 പിക്സൽസ് റേഷ്യോ ആണ് വരുന്നത്, 19.5:9 ആസ്പെക്ട് റേഷ്യോ ആണ് വരുന്നത്. പിന്നെ ബാക്ക് പാനൽ എടുത്ത് നോക്കുകയാണെങ്കിൽ ഫസ്റ്റിൽ നമുക്ക് തോന്നുന്നത് ഇതൊരു ഗ്ലാസ് ഫിനിഷാണ്, പക്ഷേ ഇതൊരു പ്ലാസ്റ്റിക് മെറ്റീരിയലാണ്. നമ്മൾ വൈറ്റ് യൂണിറ്റാണ് നമ്മൾ ടെസ്റ്റ് ചെയ്തത്. അപ്പം വൈറ്റിൽ കാണാൻ നിങ്ങൾക്ക് നല്ലൊരു ഗ്ലോസി ഫിനിഷാണ് വരുന്നത്, പ്ലാസ്റ്റിക് മെറ്റീരിയലാണ്. പിന്നെ ഇതിനകത്ത് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സ്കാനർ അല്ല, റിയർ പാനലിലാണ് ഫിംഗർ പ്രിൻറ്റ് സ്കാനർ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഡുവൽ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. ക്യാമറയെക്കുറിച്ച് നമ്മൾ കുറച്ചും കൂടെ കഴിഞ്ഞ് പറയാം. അപ്പോൾ ഓവറോൾ ഇൻ ഹാൻഡ് ഫീൽ നല്ലതാണ്, നല്ലൊരു ബിൽഡ് ക്വാളിറ്റിയാണെന്ന് വേണമെങ്കിൽ പറയാം. ഗ്ലാസ് അല്ല കൊടുത്തിട്ടുള്ളത്, പക്ഷേ പ്ലാസ്റ്റിക് ആണെങ്കിൽ നല്ലൊരു മെറ്റീരിയൽ ക്വാളിറ്റിയാണെന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ഇൻ ഹാൻഡ് ഫീൽ നല്ലതാണ്. 6.4 ഇഞ്ചസ് ഡിസ്പ്ലേ ആണെങ്കിൽ പോലും ഇൻഫിനിറ്റി U നോച്ച് ഉള്ളതുകൊണ്ട് തന്നെ വളരെ കോമ്പാക്റ്റായിട്ട് വേണമെങ്കിൽ നമുക്ക് പറയാവുന്നതാണ്. അപ്പോൾ അതാണ് ഡിസ്പ്ലേയെക്കുറിച്ച് പറയുകയാണെങ്കിൽ. അപ്പോൾ വളരെ നല്ലൊരു ഡിസൈനും ബിൽഡ് ക്വാളിറ്റി ഫിറ്റ് ആൻഡ് ഫിനിഷുമാണ് സാംസങ് ഗാലക്സി A30 പ്രൊവൈഡ് ചെയ്യുന്നത്. A സീരീസിൽ ഒരു പുതിയ സ്മാർട്ട് ഫോണാണ് A30. അതുകൊണ്ട് തന്നെ A സീരീസ് കുറച്ചും കൂടെ ഒരു പ്രീമിയം സീരീസ് എന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് തന്നെ നല്ലൊരു മെറ്റീരിയൽ ക്വാളിറ്റി ഓവറോൾ ഫിറ്റ് ആൻഡ് ഫിനിഷും A30 പ്രൊവൈഡ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ നമുക്കിതിൻ്റെ സോഫ്റ്റ്വെയറിനെ കുറിച്ച് പറയാം. ഇതിൽ വരുന്നത് സാംസങ്ങിൻ്റെ One UI ആണ്, ആൻഡ്രോയിഡ് 9.0 ആണ് സോഫ്റ്റ്വെയർ വേർഷൻ വരുന്നത്. അപ്പോൾ One UI കുറിച്ച് നമ്മൾ ഓൾറെഡി A50ൻ്റെ ഇതിൽ പറയുണ്ടായി. One UI പുതിയ UI ആണ്. അപ്പോൾ സാംസങ്ങിൻ്റെ എക്സ്പീരിയൻസ് UI റീപ്ലേസ് ചെയ്യുന്നതാണ് One UI. One UIയിൽ കുറച്ചും കൂടെ ഒരു സ്മൂത്ത് എക്സ്പീരിയൻസ് ആണെന്ന് വേണമെങ്കിൽ പറയാം. ലാഗോ അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും തന്നെ നമ്മൾ ഇനീഷ്യൽ ടെസ്റ്റിങ്ങിൽ കണ്ടില്ല. അതുകൂടാണ്ട് തന്നെ നല്ലൊരു പോളിഷ്ഡ് UI ആണെന്ന് വേണമെങ്കിൽ പറയാം. കുറച്ചും കൂടെ ഓർഗനൈസ്ഡ് ആണ്. അതുകൊണ്ട് തന്നെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതാണ് One UI കുറിച്ച് പറയുകയാണെങ്കിൽ. പിന്നെ ഇതിനകത്ത് പവർ ചെയ്യുന്നത് എക്സിനോസ് ചിപ്സെറ്റാണ്. എക്സിനോസ് 7885 ഒക്ടാകോർ ചിപ്സെറ്റാണ് ഇത് പവർ ചെയ്യുന്നത്. ഇത് 2 വേരിയൻറ്റിലാണ് വരുന്നത്, 3GB റാമും 4GB റാമും 3264GB സ്റ്റോറേജുമാണ് വരുന്നത്. ഇനി നമുക്ക് ക്യാമറ ഒന്ന് നോക്കാം. ക്യാമറ വരുന്ന ഒരു ഡുവൽ ക്യാമറ സെറ്റപ്പാണ്. ഇതിനകത്ത് വരുന്നത് 16 MP പ്രൈമറി f1.7 ക്യാമറയും 5 MP സെക്കൻഡറി ക്യാമറയാണ് കൊടുത്തിട്ടുള്ളത്. വൈഡ് ആംഗിൾ ക്യാമറ കാണാൻ നിങ്ങൾക്ക്. പിന്നെ സെൽഫി ക്യാമറയാണെങ്കിൽ ഒരു 16 MP f2.0 സെൽഫി ക്യാമറയാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനീഷ്യൽ നമ്മൾ ക്യാമറ ടെസ്റ്റ് ചെയ്തപ്പോൾ നമുക്ക് തോന്നി നല്ലൊരു ക്യാമറയാണെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഡീറ്റെയിലായി ടെസ്റ്റ് ചെയ്യാണ്, നമുക്കിതിനെക്കുറിച്ച് പറയാൻ പറ്റില്ല, വേർഡിക്റ്റ് പറയാൻ പറ്റില്ല. എങ്കിൽ പോലും നമ്മുടെ ഫസ്റ്റ് ഇംപ്രഷൻസിൽ നമുക്ക് തോന്നി നല്ലൊരു ക്യാമറയാണ് സാംസങ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത്. പിന്നെ ഇതിനകത്ത് വരുന്നത് 4000 mAh കപ്പാസിറ്റി ബാറ്ററിയാണ്. M50 പോലെ തന്നെ 4000 mAh കപ്പാസിറ്റി ബാറ്ററിയാണ്. പിന്നെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടഡ് ആണ്, 15 വാട്ട് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടഡ് ആണ്. പിന്നെ അൺകൺഫേംഡ് റിപ്പോർട്ട്സ് പറയുന്നത് വെച്ചാൽ IP68 വാട്ടർ ആൻഡ് ഡസ്റ്റ് റെസിസ്റ്റൻറ്റ് കേപ്പബിലിറ്റീസ് ഉണ്ടെന്നാണ്. പക്ഷേ നമുക്കതിനെക്കുറിച്ച് കംപ്ലീറ്റ് ആയ കൺഫർമേഷൻ കിട്ടിയിട്ടില്ല. എങ്കിൽ പോലും നല്ലൊരു ഫോണാണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇതിൻ്റെ പ്രൈസിങ് ആസ് ഓഫ് നൗ നമുക്ക് അറിയത്തില്ല. നമ്മുടെ ഒരു ധാരണ വെച്ച് പറയുകയാണെങ്കിൽ ഒരു 20,000 ജസ്റ്റ് താഴെ വേണമെങ്കിൽ ചിലപ്പോൾ വരാമെന്നുള്ളതാണ്. പക്ഷേ സാംസങ്ങിൻ്റെ പ്രൈസിങ് ആയതുകൊണ്ട് നമുക്ക് കൺഫേംഡ് ആയിട്ടൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ നല്ലൊരു ഫോണാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം നല്ലൊരു സൂപ്പർ എമോലെഡ് പാനലും അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പെർഫോമൻസും പിന്നെ ആൻഡ്രോയിഡ് 9.0 കിട്ടുന്ന ഒരു ഡിവൈസാണ്. ഇനി ഇത് പല കളേഴ്സിൽ അവൈലബിൾ ആണ്. ഇതാണ് ബ്ലൂ വേരിയൻറ്റ്, പിന്നെ വൈറ്റ് ഉണ്ട്, പിന്നെ ബ്ലാക്ക് വേരിയൻറ്റ് ഉണ്ട്. അപ്പോൾ പല കളേഴ്സിലാണ് സാംസങ് ഗാലക്സി A30 അവൈലബിൾ ആവുന്നത്. അപ്പോൾ ഇതായിരുന്നു ഒരു ഹാൻഡ്സ് ഓൺ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നായിരിക്കണം. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് ടു സീ ഇൻ അവർ നെക്സ്റ്റ് വീഡിയോ. ഹാവ് എ ഗ്രേറ്റ് ഡേ.